അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏവർക്കും നേർവഴി ആത്മീയ പഠന മജ്ലിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യർ തമ്മിലുള്ള പ്രധാനപ്പെട്ട 6 കടമകളെ സംബന്ധിച്ച് വിശദീകരിച്ച് തരികയുണ്ടായി. അതിൽ 3 കാര്യങ്ങൾ നാം സംസാരിച്ചു കഴിഞ്ഞു. സലാമിനെ സംബന്ധിച്ച് ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചാൽ അതിന് ഉത്തരം നൽകേണ്ടതിനെ സംബന്ധിച്ച്, ആ ക്ഷണം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച്, മൂന്നാമതായി സതുപദേശം ഒരാൾ തേടിയാൽ അവന് വേണ്ടുന്ന ഉപദേശങ്ങളും സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടതിനെ സംബന്ധിച്ച്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ഫഉദുഹു, ആ രോഗിയെ നീ സന്ദർശിക്കണം. ഈ നാലാമത്തെ വിഷയമാണ് നാം ഇപ്പോൾ ചർച്ചക്കെടുക്കുന്നത്. രോഗവും രോഗികളെ സന്ദർശിക്കലും. ആദ്യമായി രോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അജബൻ ലി അംരിൽ മുഅ്മിൻ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അജബൻ ലി അംരിൽ മുഅ്മിനി ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലി മുഅ്മിൻ ഇൻ അസ്വാബതുഹു സറാഉ ശകർ ഫകാന ഖൈറൻ ലഹു വഇൻ അസ്വാബതുഹു ളറാഉ സബർ ഫകാന ഖൈറൻ ലഹു. ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ. ഏതൊരു കാര്യവും, പ്രയാസകരമായ കാര്യമാവട്ടെ, സന്തോഷകരമായ കാര്യമാവട്ടെ, ഏത് കാര്യമാവട്ടെ, എല്ലാം അവന് ഖൈറാണ്, ഗുണമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലി മുഅ്മിൻ. ഈ ഒരു ആനുകൂല്യം സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും ലഭിക്കാനില്ല. അതെന്താണ്? ഇൻ അസ്വാബതുഹു സറാ, സന്തോഷകരമായ സാഹചര്യം അവനക്കുണ്ടായാൽ ശക്കറ, അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യും, അള്ളാഹുവിനെ മറക്കുകയില്ല. അവൻ പൊറുതികേടോ അസ്വസ്ഥതയോ കാണിക്കുകയില്ല. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം വന്നാൽ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യുന്ന സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ക്ഷമിക്കാൻ കഴിയില്ല, ക്ഷമിക്കാൻ തയ്യാറല്ല, മരണത്തിൽ അഭയം തൊടുന്നു. അതാണ് എല്ലാത്തിനും പരിഹാരം എന്ന് വിശ്വസിച്ചു വെക്കുന്ന ചില സാധുക്കളുണ്ട്. അതൊരിക്കലും പരിഹാരമല്ല. ജീവിതം സന്തോഷങ്ങളും സന്താപങ്ങളും പ്രതിസന്ധികളും അനൽപദങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു വലിയ സാഹചര്യവും വലിയ ഒരു അവസ്ഥയുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധികളെയും മനക്കരത്തോടുകൂടെ, മനോധൈര്യത്തോടുകൂടെ നേടി അതിനെയൊക്കെ അതിജയിക്കാനുള്ള ഒരു ത്വര നമ്മിലുണ്ടായിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിട്ട് ഞാൻ അതിൽ വിജയിക്കും, ഇതൊക്കെ താൽക്കാലികമാണ്, ഇതെനിക്ക് അതിജയിക്കാൻ കഴിയും എന്നുള്ള മനോധൈര്യമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അതില്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഇല്ലാതെയായി പോകുമ്പോൾ, പരലോകത്തെക്കുറിച്ചുള്ള, പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ഇല്ലാതെയായി പോകുന്ന ആളുകളൊക്കെയാണ് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവര് സൂയിസൈഡ് ചെയ്യുന്നത്,
മരണത്തിലും ആത്മഹത്യയിലുമൊക്കെ അഭയം തേടുന്നത്. അതൊരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പോഷണമല്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെറിയ കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണതയോ അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ പതറുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ, മുഴുവൻ കാര്യങ്ങളും ഏതെടുത്താലും അത് അവന് ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിൻ, മുഅ്മിനല്ലാതെ ഈ ഒരു ഗുണം ലഭിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യവിശ്വാസിക്ക്, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന വ്യക്തി, പരലോക ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ഈ ഒരു ഗുണം ലഭിക്കുകയില്ല. അവന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ അസാബത്തുഹു സറാ, സന്തോഷം അവന് വന്നാൽ ശക്കറ, അള്ളാഹുവിന് ശുക്ർ ചെയ്യും, നന്ദി കേട് കാണിക്കും. ചില ആളുകളൊക്കെ വന്ന വഴി മറക്കും. അതൊരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് പടച്ച തമ്പുരാൻ തന്ന അതേ രൂപത്തിൽ തന്നെ തിരിച്ചെടുക്കാനും അവന് കഴിയും. അപ്പോ നന്ദിയുള്ളവരായിരിക്കണം. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദിയുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ, പുരോഗതി ഉണ്ടാവുകയുള്ളൂ, ഡെവലപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോ സന്തോഷം വന്നാൽ അവൻ ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, നന്ദി കാണിച്ചാൽ അത് വലിയ ഗുണമുള്ള കാര്യമാണ്. ദുനിയാവില് ഐഹിക ലോകത്തും പരലോകത്തും ഗുണമുള്ള കാര്യമാണ്. അത് നാം ഒരു ടോപ്പിക്കലായിട്ട് വിശദീകരിച്ചതാണ്. ഇനി ബുദ്ധിമുട്ട് അവൻ അനുഭവപ്പെട്ടാൽ അവനെന്താ ചെയ്യുക? അവൻ അസ്വസ്ഥത കാണിക്കുകയില്ല. വസ്വബറ, ക്ഷമിക്കും. ആ പ്രതിസന്ധിയെ നേരിടാൻ മനക്കരുത്തോടുകൂടെ നേരിടാൻ അവൻ തയ്യാറാവും. അങ്ങനെ ക്ഷമിച്ചാൽ ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. ക്ഷമക്ക് പ്രതിഫലം സ്വർഗമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ തുണയും അത് ക്ഷമിക്കുന്ന ആളുകൾക്കുണ്ടാവും. അവരൊരിക്കലും പരാജയപ്പെടുകയില്ല. ക്ഷമിക്കേണ്ടിടത്ത് നാം ക്ഷമിക്കുക തന്നെ വേണം. അപ്പോ ഇതിൽപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നാം പറഞ്ഞല്ലോ, ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് വന്നാൽ, ബുദ്ധിമുട്ടുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രയാസമാണ് രോഗം എന്ന് പറയുന്നത്. രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗം അതൊരു താൽക്കാലിക പ്രയാസമാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നാം തുരുമ്പ് പിടിച്ച ഇരുമ്പിനെ തെളിയിച്ചെടുക്കാൻ വേണ്ടി, കടഞ്ഞെടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? അതിന് തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ച് ഒരു ചുവന്ന വർണ്ണമാക്കി അതിലുള്ള കീടങ്ങളും മറ്റുമൊക്കെ കളഞ്ഞുകൊണ്ടാണ് ഒരു ഇരുമ്പിനെ നാം സംസ്കരിക്കൽ. അതുപോലെ തന്നെ സ്വർണം വിൽക്കാൻ വേണ്ടി നാം കൊണ്ടുപോയാൽ അത് അങ്ങനെ തൂക്കി അതിന് വില കണക്കാക്കി തരികയില്ല. അതവിടെയുള്ള സ്വർണ്ണപ്പണിക്കാര് നല്ല ഹീറ്റിൽ വെച്ച് അതിലുള്ള എല്ലാ ചളിയും അതിലുള്ള എല്ലാ അഴുക്കുകളും ശുദ്ധീകരിച്ചിട്ടാണ് അത് തൂക്കി കണക്കാക്കി വില നിശ്ചയിക്കാറുള്ളത്. അപ്പൊ എന്നതുപോലെയുള്ള ഒരു പരീക്ഷണമാണ് രോഗത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അത് നമ്മളെ ശുദ്ധീകരിക്കാനുള്ളതാണ്, നമുക്കൊരു പാഠമായിട്ട് നൽകുന്നതാണ്, നമ്മളെ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്.
അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ബഅസല്ലാഹു ഇലാ മലക്കൈൻ ഫഖാല انظروا ماذا يقول عبدي لعباده وإن هو إذا جاءوا حمد الله رفع ذلك إلى الله عز وجل وهو أعلم فيقول الله قولا لعبدي إن أنا توفيته أدخله الجنة وإن شفيت بدلت له لحما خيرا من لحمه ودما خيرا من دمه وأن أكفر عنه سيئاته. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മരിദൽ അബ്ദു, ഒരാൾ രോഗിയായാൽ ബഅസല്ലാഹു ഇലൈഹി മലക്കൈൻ, രണ്ട് മലക്കുകളെ അല്ലാഹു അവനിലേക്ക് പറഞ്ഞേക്കും. നമുക്ക് പനി പിടിച്ചാലും വയറുവേദന പിടിച്ചാലും രോഗങ്ങൾ വേറെന്തെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കാരണം നമ്മൾ ഹിമ്മത്ത് കുറഞ്ഞവരാണ്, മനക്കരുത്ത് കുറഞ്ഞവരാണ്, ക്ഷമ കുറഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിയാൽ അത് ഏറ്റുവാങ്ങാൻ മാത്രം വിശ്വാസ ദൃഢത നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ വലിയ പരീക്ഷണങ്ങളൊന്നും നമുക്ക് നൽകാതിരിക്കട്ടെ. ഈ രോഗം പോലെയുള്ള പരീക്ഷണങ്ങൾ വന്നാൽ അതിന്റെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകൾ അവനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയും, അബ്ദി, എന്റെ അടിമ എന്താണ് പറയുന്നത്, ലിഉബാദിഹി, അവനെ സന്ദർശിക്കാൻ വരുന്നവരോട്. രോഗിയെ സന്ദർശിക്കണം, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അത് നമുക്ക് അടുത്ത വിഷയത്തിലായിട്ട് പറയാം. وإن هو إذا جاءوه حمد الله, സന്ദർശകർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങള്, രോഗാവസ്ഥ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ നല്ലോണം പ്രയാസമുണ്ട്, എങ്കിലും അവൻ ആ പ്രയാസം കാണിക്കാതെ അൽഹംദുലില്ലാഹ്, ഇതിലും വലിയ പ്രയാസമുള്ള ആൾക്കാരില്ലേ? നമ്മൾ ആസ്പത്രികളിലൊക്കെ, വലിയ വലിയ ആസ്പത്രികളിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്നാൽ നമ്മൾ വലിയ രോഗമായിട്ട് ആയിരിക്കും ചെന്നിട്ടുണ്ടാവുക. പക്ഷേ മറ്റുള്ളവരുടെ രോഗം കണ്ടാൽ നമ്മുടേതൊന്നുമല്ല. അപ്പൊ സന്ദർശകരോട് അവൻ പറഞ്ഞു, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, രോഗാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് റഫഅ ദാലിക ഇലല്ലാഹി അസ്സ വജല്ല വഹു അഅലം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് രണ്ട് മലക്കുകളും റിപ്പോർട്ട് സമർപ്പിക്കും, പഠിച്ചവനെ, അവൻ യാതൊരു പൊറുതികേടും കാണിക്കുന്നില്ല, അവൻ നീ നൽകിയ ആ രോഗമാവുന്ന ആ മുസീബത്തിൽ, ആ പ്രയാസത്തിൽ ക്ഷമിച്ചുകൊണ്ട് നിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ ഹംദ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, ഖൂലാലി അബ്ദി ഇൻ അന തവഫൈതുഹു ഉദ്ഖിലുഹുൽ ജന്നഹ്, എന്റെ അടിമയോട് നിങ്ങൾ രണ്ടുപേരും പറയുക. രണ്ട് മലക്കൾ അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, എന്താ? ഇൻ അന തവഫൈതുഹു, മരണമാണ് ഞാൻ അവന് വിധിച്ചതെങ്കിൽ ഈ ലോകത്തിൽ, ഉദ്ഖിലുഹുൽ ജന്ന, സ്വർഗത്തിൽ അവനെ ഞാൻ പ്രവേശിപ്പിക്കും. അതല്ല വൈൻ ശഫൈതു, ഷിഫ നൽകുകയാണെങ്കിൽ, ഷിഫാ നൽകുകയാണെങ്കിൽ, രോഗശമനം നൽകുകയാണെങ്കിൽ, ബദ്ദൽതു ലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി, അവൻ ക്ഷമിച്ചതിന്റെ കാരണത്താൽ, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനെ ഹംദ് ചെയ്തതിന്റെ കാരണത്താൽ അവന് നിലവിലുണ്ടായിരുന്ന ചർമ്മത്തെക്കാൾ നല്ല ചർമ്മം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം, നല്ല ശാരീരിക ദൃഢത അവൻ നാം നൽകും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ സിരകളിലൂടെ ഓടുന്ന രക്തം ഇതുവരെ ഉണ്ടായിരുന്ന രക്തത്തെക്കാൾ നല്ല രക്തം അല്ലാഹു അവന് നൽകും. നല്ല അണുക്കള്, അനുകൂലമായ രൂപത്തിലുള്ള അണുക്കളൊക്കെ ഉള്ള നല്ല രക്തം അവന് ഞാൻ നൽകും.
വഅൻ നുകഫിറ അൻഹു സയ്യിആതിഹി, മാത്രവുമല്ല അവന്റെ തെറ്റുകുറ്റങ്ങൾ ഞാൻ പൊറുപ്പിക്കുകയും ചെയ്യും എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം, ഇമാം അഹ്മദ്, ഇമാം ദാരിമി തുടങ്ങിയുള്ള വലിയ വലിയ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുഅഖു വഅകൻ ശദീദാ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം സന്ദർശിക്കാൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടുത്ത പനി പനിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ പനി ഞാൻ തൊട്ട് നോക്കി. അങ്ങനെയുള്ള നമ്മൾ രോഗികളെ അടുത്ത് എന്നാൽ പനിക്കുണ്ടെങ്കിൽ പനി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കും. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നോക്കി. ഫഖുൽതു, എന്നിട്ട് പറഞ്ഞു, ഇന്നക ലതുഅഖു വഅകൻ ശദീദാ, നബിയെ കഠിനമായ പനി പനിക്കുന്നുണ്ടല്ലോ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനിയാണ് എനിക്ക് പനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന ലക അജ്റൈൻ. ഞാൻ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് 2 കൂലി കിട്ടുമല്ലോ. ഇന്ന ലക അജ്റൈൻ, നിങ്ങൾക്ക് 2 കൂലി കിട്ടുമല്ലോ. 2 ആളുടെ പനി പനിക്കുമ്പോ 2 ആൾക്കുള്ള കൂലി അള്ളാഹു നിങ്ങൾക്ക് തരുമല്ലോ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാം, അതെ, എനിക്ക് 2 പ്രതിഫലം കിട്ടും. വല്ലദീ നഫ്സീ ബിയദിഹി മാ അലൽ അർളി മുസ്ലിമുൻ യുസീബുഹു മറദുൻ വമാ സിവാ ഇല്ലാ ഹത്തല്ലാഹു അൻഹു ഖതായാഹു കമാ തഹുദ്ദു അശ്ശജറത്തു വറഖഹാ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ഭൂമുഖത്ത് രോഗം പിടിപെടുന്ന ഒരാളും തന്നെ ഇല്ല. ഈ രോഗം അതിൽ അല്ലെങ്കിൽ അതല്ലാത്ത വേറെ എന്തെങ്കിലും മുസീബത്തോ പിടിപെടുന്ന ആരും ഇല്ല. ഇല്ലാ ഹത്തല്ലാഹു അൻഹു ഖതായാഹു, അവന്റെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടല്ലാതെ. കമാ തഹുദ്ദു അശ്ശജറത്തു വറഖഹാ, വൃക്ഷം അതിന്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തെറ്റുകുറ്റങ്ങളെ പൊഴിച്ചു കളയുമെന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയുള്ള വലിയ വലിയ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. മഹാനവർകൾ പറയുന്നു, ഇദബ്തലല്ലാഹുൽ അബ്ദൽ മുഅ്മിന ബിസ്സഖമി, ഒരു സത്യവിശ്വാസികളെ അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിച്ചാൽ ഖാല ലി സ്വാഹിബി ശിമാൽ, ഇടതുഭാഗത്തുള്ള മലക്കിനോട് അള്ളാഹു പറയും. റഖീബും അതീദും നമ്മുടെ ഇടതും വലതും ഉണ്ട്. ഇടതുഭാഗത്തുള്ള മലക്കിനോട് അള്ളാഹു പറയും, ഇർഫഇൽ ഖലമൻ, ദോഷങ്ങൾ എഴുതി വെക്കുന്ന രേഖപ്പെടുത്തുന്ന മലക്കാണ് റഖീബ്. ഇവരോട് പറയും, പേന ഉയർത്ത്, പേന അവിടെ വെക്ക്, അവന്റെ ഒരു കാര്യവും അവന് തെറ്റും എഴുതി വെക്കരുത്. വഖാല ലി സ്വാഹിബിൽ യമീൻ, വലതു ഭാഗത്തുള്ള മലക്കിനോട് പറയും, ഉക്തുബ് ലി അബ്ദീ അഹ്സന മാ കാന അമലുഹു വസ്സഹീഹ്, അവൻ ആരോഗ്യമുള്ള സമയത്ത്, ആരോഗ്യമുള്ളവനായിരിക്കെ എന്താണോ അവൻ ചെയ്തിരുന്നത് എങ്കിൽ
ആ ഒരു അമലിന്റെ പ്രതിഫലം, ആരോഗ്യകാലത്ത് ചെയ്തിരുന്ന അമലുകളുടെ ഗുണം നീ എന്ത് ചെയ്യണം? എഴുതി വെക്കണമെന്ന് വലതുഭാഗത്തുള്ള മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അവൻ ഇപ്പൊ എന്റെ സംരക്ഷണത്തിലാണ്. അല്ലെങ്കിലും അള്ളാന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പൊ അവന്റെ ബാഹ്യമായോ ആന്തരികമായോ ഒരു നിയന്ത്രണവും അവനില്ല. എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് ആരോഗ്യകാലത്ത് അവൻ ചെയ്തിരുന്ന സുഹൃതങ്ങളുടെ ഫലം ഇപ്പോൾ അവൻ ചെയ്യാൻ വയ്യ. ആയതുകൊണ്ട് അവന്റെ സുഹൃതങ്ങൾ രേഖപ്പെടുത്തണം. എങ്ങനെ? ആരോഗ്യകാലത്ത് ചെയ്തതിനേക്കാളും നന്മയാണ് ഇപ്പോൾ എഴുതി വെക്കേണ്ടത്. ആരോഗ്യകാലത്ത് ചെയ്ത അമലുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഗുണം രേഖപ്പെടുത്തി വെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലതുഭാഗത്തുള്ള മലക്കിനോട് പറയും. അപ്പോ രോഗം താൽക്കാലിക ബുദ്ധിമുട്ടാണെങ്കിലും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനീനുൽ മരീലി തസ്ബീഹുൻ വസിയാഹുഹു തഹ്ലീലുൻ വനഫസഹു സദഖത്തുൻ വനൗമുഹു ഇബാദത്തുൻ വതഖല്ലുബുഹു മിൻ ജാനിബിൻ ഇലാ ജാനിബിൻ ജിഹാദുൻ ഫീ സബീലില്ലാഹ് വയുക്തബു ലഹു അഹ്സനു മാ കാന യഅമലു ഫിസ്സിഹാ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനീനുൽ മരീലി, ഒരു രോഗിയുടെ ഞരക്കം, ഒരു രോഗിയുടെ ഞരക്കം തസ്ബീഹുന്ന തസ്ബീഹാണ്. വ സിയാഹുഹു, അവന്റെ നിലവിളി തഹ്ലീലിനത് തഹ്ലീലാണ്. വനഫസഹു, അവന്റെ ശ്വാസോച്ഛ്വാസം സദഖത്തുൻ, അത് സദഖയാണ്. വനൗമുഹു, അവന്റെ ഉറക്കം നിദ്ര, അത് ഇബാദത്തുൻ, ഇബാദത്താണ്. വതഖല്ലുബുഹു മിൻ ജാനിബിൻ ഇലാ ജാനിബ്, രോഗം കൊണ്ട് അസ്വസ്ഥനായിട്ട് നാം ചിലപ്പോൾ രാത്രികാലങ്ങളിലൊന്നും രോഗത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഉറങ്ങാൻ നമുക്ക് കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിങ്ങനെ കിടക്കും. നമ്മൾ പറയും, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞങ്ങനെ കടന്നുകൊണ്ട് സമയം ചിലവഴിച്ചതാണ്, നേരം ഒളിപ്പിച്ചതാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ തിരിഞ്ഞ് കടത്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതൊക്കെ നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. അത് ജിഹാദും ഫീ സബീലില്ലാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കടന്നുകൊണ്ട് നാം അസ്വസ്ഥപ്പെടുന്നത് അത് ജിഹാദും ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. വയുക്തബു ലഹു അഹ്സനു മാ കാന യഅമലു ഫിസ്സിഹാ, ആരോഗ്യ സമയത്ത് ചെയ്തതിനേക്കാളും ഏറ്റവും നല്ല, ആരോഗ്യകാലത്ത് ചെയ്ത അമലിന് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു അവന് നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ രോഗം ഒരു പരീക്ഷണമാണെങ്കിലും അതിൽ ക്ഷമിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഇവിടെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസുണ്ട്, അന്നഹു ദഖല അലാ സൽമാൻ റളിയല്ലാഹു തആല അൻഹു വ മരീദ്, രോഗിയായി കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നു.
വഖാല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലക ഫീ മൽജൈക സലാത്തു ഫിസാൽ. സൽമാനെ, നീ ഇപ്പോൾ രോഗശയ്യയിലാണ്. നിന്റെ ഈ കിടപ്പ് ശയ്യയിൽ നിനക്ക് 3 ഗുണം ലഭിക്കാനുണ്ട്. ഏതാണത്? അവ്വലുഹാ തദ്കിറത്തും മിൻ റബ്ബിക. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിനക്കുണ്ടാവും, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് വരും. രോഗത്തിൽ കിടക്കുമ്പോൾ പടച്ചവനെ ഓർക്കാതിരിക്കില്ല. സത്യവിശ്വാസികളായ ആളുകളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. വസ്സാനി തംഹീസും വകഫാറത്തുൻ ലിമാ സലഫ മിൻ ദുനൂബി. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞുപോയ ദോഷങ്ങളെയൊക്കെ അള്ളാഹു പൊറുപ്പിച്ചു കളയും. വത്താലിസു, മൂന്നാമത്തെ കാര്യം, അന്ന ദുആഅൽ മുബ്തല. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആള്, ഇനി രോഗം എന്നല്ല, എന്തൊരു കാര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും മുസ്തജാബുൻ, ദുആക്ക് ഉത്തരം കിട്ടുന്നവനാണ്. ആയതുകൊണ്ട് ഫദ്ഉല്ലാഹ മസ്തതഅത്, നിനക്ക് കഴിയുമ്പോൾ നീ ദുആ ചെയ്തോ. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് രോഗത്തിന്റെ സമയമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ രോഗസമയത്ത് നമ്മൾ ദുആ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് നമുക്ക് ചെറുപ്പാരോഗത്തിൽ മരിക്കുകയാണെങ്കിൽ ഈമാൻ പൂർണ്ണമായിട്ട് മരിക്കണം. ഈമാൻ പൂർണ്ണമായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസിയായിട്ട് മരിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രധാനമായിട്ടും ദുആ ചെയ്യണം. തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയും, വൈജത്തി വജലാലി, എന്റെ മഹത്വവും എന്റെ പ്രതാപവും തന്നെയാണ് സത്യം. ലാ ഉഖ്രിജു അബ്ദൻ മിനദ് ദുനിയാ വഅന ഉരീദു അൻ അർഹമഹു ഹത്താ ഉൻകിയഹു മിൻ കുല്ലി ഖതീഅത്തിൻ അമിലഹാ ബിസഖബിൻ ഫീ ജസദിഹി ഔ ദീഖിൻ ഫീ മഈശതിഹി. ദുനിയാവിൽ നിന്ന് ഒരാളെയും ഞാൻ യാത്രയാക്കുകയില്ല. ഞാൻ അവനെ റഹ്മത്ത് ചെയ്യാൻ, അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ച നിലയിൽ ഒരാളെയും ദുനിയാവിൽ നിന്ന് ഞാൻ യാത്രയാക്കുകയില്ല. ഹത്താ ഉൻഖിയഹു മിൻ കുല്ലി ഖതീഅത്തിൻ അമിലഹാ ബിസഖബിൻ ഫീ ജസദിഹി ഔ ദീഖിൻ ഫീ മഈശതിഹി. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞാൻ അവനെ ശുദ്ധിയാക്കുന്നത് വരെ. എങ്ങനെ? ബിസഖമിൻ ഫീ ജസദിഹി, ശരീരത്തിന് രോഗം നൽകിക്കൊണ്ടും, അല്ലെങ്കിൽ ഔ ദീഖിൻ ഫീ മഈശതിഹി, ജീവിതത്തിൽ പ്രയാസം നൽകിക്കൊണ്ടും. അപ്പോ ജീവിത പ്രയാസവും ബുദ്ധിമുട്ടും നമുക്കുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് താൽക്കാലികമായ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അള്ളാഹു നമ്മളെ തെറ്റുപൊറുപ്പിക്കാനുള്ള കാരണങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. ഇനി വലാ ഉഖ്രിജു അബ്ദൻ മിനദ് ദുനിയാ വഅന ഉരീദു അൻ ഉഅദ്ദിബഹു, ശിക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരടിമയെയും ഈ ദുനിയാവിൽ നിന്ന്, ഐഹിക ലോകത്ത് നിന്ന് യാത്രയാക്കുകയില്ല. ഞാൻ അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹത്താ ഉവഫിയഹു കുല്ല ഹസനത്തിൻ അമിലഹാ, അവൻ ഇവിടെ വെച്ച് ചെയ്ത കുറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈമാനില്ല, ചില ഈമാനില്ലാതെ ചെയ്ത അമലുകൾക്ക് ആഖിറത്തിൽ കൂലി കിട്ടുകയില്ല. ആഖിറത്തിൽ കൂലി കിട്ടണമെങ്കിൽ ഈമാൻ വേണം. എന്നാൽ ഇവിടെ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നല്ല കാര്യങ്ങൾക്കുള്ള എല്ലാ ഗുണവും ഞാൻ ഇവിടെ വെച്ച് പൂർത്തിയാക്കി കൊടുക്കും. എങ്ങനെ? ബിസിഹത്തിൻ ഫീ ജസദിഹി, നല്ല ആരോഗ്യവും നല്ല സൗഖ്യവും അവൻ കൊടുക്കും. മുഅ്മിനീങ്ങളായ ആളുകള് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരീനാണ്.
ദുനിയാവ് വിശ്വാസിയുടെ സ്വർഗവും അവിശ്വാസിയുടെ വിശ്വാസിയുടെ നരകവും അവിശ്വാസിയുടെ സ്വർഗവും ആണ് എന്നാണ്. ദുനിയാവ് ദുനിയാവ് അത് വിശ്വാസിക്കുള്ള നരകമാണ്, അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ വിശ്വാസികൾ എപ്പോഴും ചിലപ്പോൾ വലിയ പ്രയാസത്തിലായിരിക്കും, വലിയ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും, പട്ടിണി കൊണ്ടും രോഗം കൊണ്ടൊക്കെ ചിലപ്പോൾ കൂടുതൽ പരീക്ഷിക്കപ്പെടും. അപ്പോ അതൊന്നും എന്തല്ല, ശാശ്വതമല്ല, അതൊക്കെ താൽക്കാലികമായ പ്രതിഭാസമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോ ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞാൻ ശിക്ഷിക്കാൻ ഒരാളെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് നല്ല ഗുണങ്ങൾ നാം പൂർത്തിയാക്കി കൊടുക്കും. ബിസ്സിഹത്തിൻ ഫീ ജസദിഹി, ശരീരത്തിൽ ആരോഗ്യം കൊടുത്തുകൊണ്ട്. ഔ സഅത്തിൻ ഫീ റിസ്ഖിഹി, അല്ലെങ്കിൽ നല്ല സമ്പന്നത, റിസ്ക്കിൽ വിശാലത കൊടുക്കും, നല്ല സമ്പന്നത നൽകും. ഇങ്ങനെയൊക്കെ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്ത നന്മകൾക്കൊക്കെ ഉള്ള ഗുണങ്ങൾ അവൻ അനുഭവിക്കും. ഇനി വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മരണവേദനയിൽ ഒരു ആശ്വാസം അല്ലാഹു കൊടുക്കും, അതും കൂടി ചെയ്തു കൊടുക്കും. പിന്നെ പരലോകത്ത് വരുമ്പോ യാതൊന്നും കയ്യിലുണ്ടാവുകയില്ല. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. നേരത്തെ അള്ളാഹു സ്വർഗം നൽകാൻ ഉദ്ദേശിച്ച ആളെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തെറ്റ് ഇനി ഉണ്ടെങ്കിൽ ശുദ്ധിദത്ത് അലൈഹിൽ മൗത്തു, ഷദത്തു അലൈഹൽ മൗത്ത, ഷദത്തു അലൈഹൽ മൗത്ത, മരണം അവന് ഞാൻ ഗൗരവമാക്കി കൊടുക്കും, മരണത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാകും. ഹത്താ യജിഅ ഇലയ്യ കമാ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ആ സമയത്ത് എത്രത്തോളം നിർമ്മലനായിരുന്നുവോ, എത്രത്തോളം ശുദ്ധനായിരുന്നുവോ അതുപോലെ എന്നിലേക്ക് മടങ്ങി വരുന്നത് വരെ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗം അത് ഒരു നിലക്ക് ബുദ്ധിമുട്ട് നമുക്ക് തോന്നുമെങ്കിലും, നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് വലിയ ഗുണമായിട്ട് ഭവിക്കുകയും നമ്മുടെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കാൻ അത് കാരണമാകുകയും സ്വർഗം ലഭിക്കാൻ അത് നിമിത്തമാകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, രോഗം പോലെയുള്ള എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമിച്ചുകൊണ്ട് മനക്കരുത്തോടുകൂടെ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പ്രതീക്ഷ വെടിയാതെ നാം അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് സ്വർഗം നേടാനും ദോഷങ്ങൾ പൊറുപ്പിക്കാനും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.